ഒരു ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഉസ്താദ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നിസ്കാരം കാര്യങ്ങളൊക്കെ ഞാൻ കീപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് അന്യ സ്ത്രീകളോടുള്ള നോട്ടം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പം വൈകാരികപരമായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് അയാൾക്ക് പിന്മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ഉസ്താദ് കുറേ നേരം ആലോചിച്ച് പറഞ്ഞു, ഈ സഹോദരൻ്റെ വീട് കുറച്ച് അകലെയായിട്ടാണുള്ളത്. ഒരു അങ്ങാടി കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ വീട്ടിലേക്ക് പോവേണ്ടത്. അപ്പം ഉസ്താദ് പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് ഒരു കപ്പ് പാല് കൊണ്ടുവരണം. ആ കപ്പിൽ നിറയെ പാല് വരണം. ആ പാല് കപ്പിൽ നിന്ന് തുളുമ്പാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സുഹൃത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങാടി കഴിഞ്ഞിട്ടാണ് ഇയാളുടെ വീട് വരുന്നത്. അങ്ങനെ ഇയാൾ വീട്ടിൽ പോയിട്ട് പാലെടുത്തിട്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം അങ്ങാടിയൊക്കെ പാസ് ചെയ്ത് വന്നു. എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ഈ പാല് കൊടുത്തതിന് ശേഷം ഉസ്താദ് ചോദിച്ചു, ഇപ്പം നീ വരുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടിൻ്റെ മുഖത്തേക്ക് നിൻ്റെ കണ്ണ് പോയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകാരികപരമായ തെറ്റ് നീ ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പം ഓൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങനെ ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പം നോക്കാതിരുന്നത്, കാണാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു, എൻ്റെ കപ്പിൽ പാലുണ്ട്, ഈ പാല് തുളുമ്പാതെ നോക്കണം, അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിലും നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ. നമുക്കൊരിക്കലും തെറ്റുകളോട് ഫൈറ്റ് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് വിശ്വാസപരമായ കാര്യങ്ങൾ, ഇബാദത്തുകളും കാര്യങ്ങളിലും ബിസി ആവുക. അതേപോലെ തന്നെ നമ്മളെ കരിയർ, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ പാഷൻ, ഈ കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരായിരിക്കുക. ഇതാണ് ഇതിനൊരു പരിഹാരമുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നാലാണ് നമുക്ക് തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോവാതിരിക്കുക. ഖുർആൻ പറയാണ്, ഫഇദാ ഫറഗ്ത ഫൻസബ്. നീ ഒരു കാര്യത്തിൽ നിന്ന് പിരിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് നീ മുഴുകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ തെറ്റായ ചിന്തകളെയൊക്കെയും നിയന്ത്രിക്കാൻ സഹായകമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.